ഒരാൾ മർലൻ ബ്രാൻഡോയും ഒരാൾ ലോറൻസ് ഒലിവിയറും. ഇവരുടെ പേര് പറയാൻ ഞാൻ അതിയായ കാരണമുണ്ട്. കാരണം രണ്ട് സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങാണ്. ഈ ലോറൻസ് ഒലിവിയറുടെ വകുപ്പിൽപ്പെട്ട ആക്ടിങ്ങാണ് മമ്മൂട്ടിയുടെ. മർലൻ ബ്രാൻഡോയുടെ വകുപ്പിൽപ്പെട്ട ആക്ടിങ്ങാണ് മോഹൻലാലിൻ്റെ. അവർ രണ്ടുപേരും ഗ്രേറ്റാണ്. പക്ഷേ ചില ആളുകൾക്ക് മർലൻ ബ്രാൻഡ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ചില ആളുകൾക്ക് ലോറൻസ് ഒലിവിയറാണ് ഇഷ്ടം. ഒഥല്ലോ ഓർക്കും അവർ. ഒഥല്ലോ പോലെ ലോറൻസ് ഒഥല്ലോ പോലെ ഒരു ക്യാരക്ടറിൽ അത് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും വലിയ നടന്മാരാണ്, നമ്മുടെ അഭിമാനമാണ്, യാതൊരു സംശയമില്ല. തമ്പി സാറ് ഇവർ രണ്ടുമായിട്ട് പിണങ്ങിയിട്ടുമുണ്ട്, ഇണങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ എന്റെ പിണക്കമെന്നൊക്കെ താൽക്കാലികമാണ്, ആ സമയത്തേ ഉള്ളൂ. അതിപ്പം ഒരുപക്ഷെ മമ്മൂട്ടിക്ക് അങ്ങനെ ആയിരിക്കില്ല, പ്രതികാരം പകയായിരിക്കും. എനിക്ക് പക്ഷെ ഇല്ല. എനിക്ക് മമ്മൂട്ടിയുടെ പകയുണ്ട്, ഞാനിപ്പോൾ പോസ്റ്റ് ഇടും. ഇല്ലല്ലോ, അയാള് പിന്നെ നൻപകൽ നേരത്ത് വായിക്കുന്ന പടം കണ്ട് ഞാൻ ഉഗ്രം പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ മമ്മൂട്ടി എന്നെ വിളിച്ചു കണ്ടിട്ട് വായിച്ചിട്ട്. നൻപകലത്ത് വായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും, മമ്മൂട്ടി സ്വന്തമായി പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വലിയ കാര്യമാണ്. അടുത്തിടെ ഫിലിം ഫെയർ അവാർഡിന് കണ്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെയല്ലേ? കണ്ടു, അത്രേ ഉള്ളൂ. സംസാരിച്ചു. എനിക്ക് പിന്നെ മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവിടെ, എനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അതെ, ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. അല്ല, ഞാൻ പറയുന്നത് എനിക്ക് മമ്മൂട്ടിയോട് മോഹൻലാൽ ഞാൻ കുറെ കൂടെ ഞാൻ വിമർശിച്ചിട്ടുള്ളത്. കൂടുതലും മോഹൻലാലിനെയാണ് വിമർശിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് വ്യക്തിപരമായ അല്ലാതെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്ത വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ട് അപ്പോഴപ്പോഴും എതിർക്കും ഞാൻ. അതേ സമയത്ത് എൻ്റെ പേരിൽ ഒരു പുരസ്കാരം അതൊന്നും എനിക്ക് അത് ഞാനല്ല കൊടുക്കുന്നത്, വേറെ കഥ. പക്ഷേ കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല. കൊടുക്കേണ്ടത് പറഞ്ഞാൽ കൊടുക്കില്ല. എന്നെ സമയത്തോളം എനിക്ക് ആരോടും പകയില്ല. അപ്പോഴത്തെ തീരുമാനം എനിക്കിഷ്ടമല്ല, എങ്കിൽ ഇഷ്ടമല്ല എന്ന് മുഖത്ത് നോക്കി പറയുന്നു.